എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിന്റെ ധാർമ്മിക പുരോഗതിക്ക് വേണ്ടിയുള്ള കേന്ദ്രവും കൂടിയാണ്. ആരാധന നടത്താൻ വേണ്ടി മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഇത്ര ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നു. ഈ ആൾക്കാരുടെ ഉള്ളിൽ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, അതിലുപരി നമ്മൾ സമൂഹമാണ്, ഒരു സമൂഹമായി ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇത്രയും പേരും പല സമുദായത്തിൽപ്പെട്ടവരാണ്, പല സാമ്പത്തിക നിലവാരമുള്ളവരാണ്, പലതരത്തിൽ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ളവരാണ്. ഉന്നത വിദ്യാഭ്യാസം കിട്ടിയവരുണ്ട്, സാമാന്യ വിദ്യാഭ്യാസം കിട്ടിയവരുണ്ട്, ഒരു വിദ്യാഭ്യാസവും കിട്ടാത്തവരും ഉണ്ട്. സാമ്പത്തികമായി നല്ല കോടീശ്വരന്മാർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാകാം, ഇല്ലെങ്കിലും ലക്ഷാധിപതികൾ ഉറപ്പായിട്ടും ഉണ്ട്. സാമാന്യ ജനങ്ങളും കൂലിപ്പണിക്കാരും ഇവിടെ ഉണ്ട്. അപ്പൊ ഏത് തരമാണ്, വ്യത്യാസമില്ലാതെ സൗന്ദര്യമോ സമ്പത്തോ ആരോഗ്യമോ വിദ്യാഭ്യാസമോ സമുദായമോ എല്ലാ വ്യത്യാസങ്ങൾക്കും വിഭജനങ്ങൾക്കും അതീതമായി നമ്മളിവിടെ ഒന്നിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ക്ഷേത്രത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും. ഇവിടെ അമ്പലമായതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ചു വന്നത്. നമ്മുടെ ആരുടെയെങ്കിലും വീട്ടിലാണെങ്കിൽ ഈ പറയുന്ന എല്ലാ വിഭാഗം ആൾക്കാരും അവിടെ വന്നുകൊള്ളണമെന്നില്ല. അപ്പൊ അമ്പലമായതുകൊണ്ട് ഈ സത്രത്തിന്റെ പേരിൽ, യജ്ഞത്തിന്റെ പേരിൽ, ഉത്സവത്തിന്റെ പേരിൽ, ആഘോഷത്തിന്റെ പേരിൽ നമ്മൾ ഒന്നിച്ചു വരിക എന്നുള്ളതാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിന്റെ അഥവാ ക്ഷേത്രത്തിന്റെ ഒരു പ്രാധാന്യവും പ്രസക്തിയും എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. സനാതന ധർമ്മത്തിന്റെ വിളനിലവും കൂടിയാണ് ക്ഷേത്രം. സനാതനധർമ്മത്തെ നിലനിർത്താൻ, അതിനെ വളർത്താൻ, പരിപോഷിപ്പിക്കാൻ, അതിനെ പ്രസരിപ്പിക്കുവാൻ സനാതനധർമ്മത്തിന്റെ പ്രസരണ കേന്ദ്രം കൂടിയാണ് ക്ഷേത്രം. അപ്പോൾ സനാതനധർമ്മം ഉയർന്നു നിൽക്കുമ്പോൾ ക്ഷേത്രവും വളർന്നു നിൽക്കും. സനാതനധർമ്മം ക്ഷയിച്ചാൽ ഹിന്ദുക്കൾ ക്ഷയിക്കും, ഒപ്പം ക്ഷേത്രവും ക്ഷയിക്കും. ഇവിടെ ഇരിക്കുന്നവരിൽ മിക്കവാറും എല്ലാവരും 50 വയസ്സ് കഴിഞ്ഞവരാണല്ലോ. അതിൽ താഴെയുള്ളവർ വിരലിലെണ്ണാവുന്നവരാണ്. 60ഉം